പളനി ബാബ എന്ന് പറഞ്ഞിട്ടൊരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. പുള്ളിക്കാരൻ 95-ലോ 97-ലോ അങ്ങോട്ടാണ് പുള്ളിക്കാരനെ RSS വെട്ടിക്കൊല്ലുന്നത്. പളനി ബാബ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇസ്ലാം പൊളിറ്റിക്സിന്റെ ബേസിക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പളനി ബാബയെ കുറിച്ച് പഠിക്കണം എന്നാണ് ഞാൻ പിള്ളേരുടെ അടുത്ത് പറയാറ്. പുള്ളിക്കാരന്റെ സ്പീച്ചസ് ഒക്കെ ചില ആൾക്കാർ ഹിറ്റ്ലറിനെ ഒക്കെ ഉപമിച്ചിട്ട് പുള്ളിക്കാരന്റെ സ്പീച്ചസ് ഭയങ്കര വയലന്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കേൾക്കേണ്ട പുള്ളിക്കാരൻ ഇവിടെയുള്ള മൈനോറിറ്റീസ് ഒരുമിച്ച് നിൽക്കണം, സനാതനത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഈക്വാലിറ്റി ഒരിക്കലും പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റാത്തൊരു മതമാണ് അത്. സനാതന ധർമ്മത്തിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയയിൽ മിണ്ടിയിട്ടുള്ള ഒരാളാണ് കൊല്ലപ്പെട്ടു. വെട്ടിക്കൊല്ലാണ് ചെയ്തത്. പാലക്കാട് വെച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. പഴനി ബാബ മാഷം ഒന്ന് കേട്ടു നോക്കണം. ഭയങ്കരനായിട്ടുള്ള ഒരാളായിരുന്നു. MGRനെയൊക്കെ തൊപ്പി അങ്ങനെയൊക്കെ വിളിക്കുക പുള്ളിക്കാരൻ. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഭയങ്കര ഹോൾഡുള്ള ഒരു മനുഷ്യനായിരുന്നു. കൊന്നുകളഞ്ഞു. இன்னைக்கு பிஜேபிங்கிற இந்து முன்னணிங்கிற டேய் உங்களுக்கெல்லாம் இறுதி எச்சரிக்கை சொல்றேன். ஒழுக்கமா வீட்டுக்குள்ள உட்காந்து அன்போட நேசத்தோட மனித நேயத்தை வளருங்க. எந்த வடநாட்டு நாய்க்கும் இங்க ஏஜென்டா இருந்தீங்கன்னா இப்பவும் சொல்றேன், நான் வெறியனாக மாறி விடுவேன். யார் நாங்கள்? இனங்கள். மதத்தால் நாங்கள் முஸ்லிம்கள், மொழியால் தமிழர்கள், தேசத்தால் இந்தியர்கள். இந்த மண்ணின் மைந்தர்கள் உங்களை மாதிரி வந்தேரிகள் அல்லடா. நாங்க இஸ்லாத்தை ஏத்துக்குவோம், இப்படி ஏத்துக்குவோம். நீ யாரா கேட்கறதுக்கு? இடியட். You don't have right. This is my country, my land, my soil. யாரை பார்த்து சொல்லுகிறாய்? பாகிஸ்தானுக்கு போ, இந்தியர்கள் எல்லாம் இந்திய முஸ்லிம்கள் இந்தியாவுக்கு சொந்தமல்ல என்று. நீயா?